വടകരയുള്ള ഒരു അടിപൊളി സ്പോട്ട് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാട്ടോ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത്. വില്യാപ്പള്ളിയിൽ നിന്നും രാവിലെ ആട്ടോ ഞാൻ അവിടേക്ക് പുറപ്പെട്ടത്. ഇവിടുന്ന് ഏകദേശം 8 കിലോമീറ്ററോളം ഉണ്ട് ഈ ഒരു സ്പോട്ടിലേക്ക്. ആയഞ്ചേരിക്കും പള്ളിയത്ത് എന്ന സ്ഥലത്തിനും ഇടയിലാണ് കേട്ടോ ഈ ഒരു സ്ഥലം സ്ഥിതി ചെയ്യുന്നത്. ഈ സ്ഥലം ഏകദേശം പരിചയമുള്ളവർക്കറിയാം. ആയഞ്ചേരിയിൽ നിന്നും പള്ളിയത്തേക്ക് പോവുകയാണെങ്കിലും പള്ളിയത്ത് നിന്നും ആയഞ്ചേരിയിലേക്ക് വരികയാണെങ്കിലും അവിടേക്ക് പോകുന്ന റൂട്ട് വരെ അടിപൊളിയാണ്. ഈ ഒരു സമയത്തൊക്കെ വയലിൽ മഞ്ഞ് വീഴുന്ന കാഴ്ച കാണണമെങ്കിൽ ഇവിടേക്ക് വന്നാൽ മതി. ഏകദേശം ഇത്രയൊക്കെ പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് സ്ഥലം ഏതാണെന്ന് മനസ്സിലായിട്ടുണ്ടാവും. ആയഞ്ചേരിയിലെ മാണിക്കോത്ത് പാലത്തെ കുറിച്ചിട്ടാണ് ഞാൻ പറയുന്നത് കേട്ടോ. കുറച്ചു മുന്നേ ഈ ഒരു സ്ഥലത്തെ കുറിച്ച് നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. വീണ്ടും ചെയ്യാൻ കാരണം ഈ ഒരു സ്ഥലത്തിന്റെ പ്രത്യേകത തന്നെയാണ്. അതിമനോഹരമായ ഒരു സ്ഥലമാണിത്. ഈ ഒരു സ്ഥലം കാണുമ്പോൾ ഏകദേശം നിങ്ങൾക്ക് അതിന്റെ ഒരു ഭംഗി മനസ്സിലാക്കാൻ സാധിക്കും. പണ്ടുള്ളത് പോലെയല്ല കേട്ടോ ഇപ്പോൾ മാണിക്കോത്ത് പാലം. ഒരുപാട് മാറ്റങ്ങൾ ഇവിടെ വന്നിട്ടുണ്ട്. ഇനി ഒരുപാട് മാറ്റങ്ങൾ വരാനുമുണ്ട്. പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിക്കാൻ പറ്റിയ ഒരു സ്ഥലമാണ് കേട്ടോ ഇത്. പണ്ടൊക്കെ നിന്ന് ആസ്വദിക്കണമായിരുന്നു. ഇപ്പൊ ഇരുന്ന് ആസ്വദിക്കാൻ ബെഞ്ചൊക്കെ അവിടെ ഉണ്ട്. വൈകുന്നേരങ്ങളിലൊക്കെ ചായ സ്പോട്ട് അന്വേഷിച്ച് നടക്കുന്ന ആളുകൾക്ക് പറ്റിയ ഒരു സ്ഥലം കൂടിയാണ് കേട്ടോ ഇത്. കാരണം പുതുതായി ഒരുപാട് തട്ടുകടകൾ ഇവിടെ വന്നിട്ടുണ്ട്. നല്ല നല്ല സ്ഥലങ്ങൾ കാണാനും അവിടെയുള്ള പ്രകൃതി ഭംഗി ആസ്വദിക്കാനും ആഗ്രഹിക്കുന്നവർ ഈ ഒരു സ്ഥലം ഒരിക്കലും നഷ്ടപ്പെടുത്തരുത് കേട്ടോ. മാണിക്കോത്ത് പാലത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ ഈ ഒരു സ്ഥലത്തിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമന്റ് ചെയ്യണേ. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ. അടുത്ത നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം.